നമ്മളെ മക്കൾ മികച്ചവരായി വളരണമെങ്കിൽ നമ്മൾ എവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പല രക്ഷിതാക്കളും ഇന്ന് നമ്മളോട് പറയാറുണ്ട്, എൻ്റെ മക്കൾ പല ദുശീലങ്ങൾക്കും അഡിക്റ്റാണ് എന്ന്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ പാസ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഈ കുട്ടികൾക്കൊരു ഗുഡ് പാരൻറ്റിങ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പാരൻറ്റിങ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? പാരൻറ്റിങ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു, ഗർഭാശയത്തിൽ നിന്നാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടതെന്ന്. ഒരമ്മ ഗർഭം ധരിച്ച് 14-ാമത്തെ ആഴ്ച മുതൽ പാരൻറ്റിങ് തുടങ്ങണം. ഇതിലെത്ര പേർക്ക് ഇതറിയാം? ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ ബ്രെയിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1440 ഗ്രാമാണ്. ഇതെങ്ങനെ ഈ 1440 ഗ്രാം ഉണ്ടായത്? ഇത് ഗ്രാജ്വലി ആണ് ഈ തൂക്കം കൂടിയത്. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോണുകളുടെ കേന്ദ്രമാണ്. മില്യൺസ് ഓഫ് ബില്യൺ ന്യൂറോണുകൾ കണക്ട് ചെയ്താണ് തലച്ചോറ് എന്ന് പറയുന്നത്. ന്യൂറോണുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നതിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിലാണ് ഇതെല്ലാം, നമ്മുടെ എല്ലാ അറിവുകളും ശേഖരിച്ചു വെക്കുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ബ്രെയിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 340 ഗ്രാമാണ്. ഈ 340 ഗ്രാം എങ്ങനെ ഉണ്ടായി? ഇത് ഗർഭാശയത്തിൽ നിന്നാണ് ഈ ന്യൂറോണുകൾ കണക്റ്റ് ആയത്. ഇതെങ്ങനെ കണക്റ്റായി? ഈ അമ്മ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ടച്ച് ചെയ്യുന്നു, എന്ത് സ്മെല്ല് ചെയ്യുന്നു, എന്ത് ടേസ്റ്റ് ചെയ്യുന്നു, ഇതിൽ നിന്നാണ് അറിവുകൾ ആ കുട്ടി ശേഖരിച്ചു വെച്ചത്. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു, ഇത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണെന്നാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടം കുട്ടിയുടെ ബ്രെയിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 3 വയസ്സ് വരെയാണ്. ഏറ്റവും ദൃഢഗതിയിലാണ് ന്യൂറോണുകൾ കണക്റ്റ് ആവുന്നത്. ഈ സമയത്താണ് ഒരു കുട്ടി വായിക്കാൻ പഠിക്കുന്നതും ചാടാൻ പഠിക്കുന്നതും ഓടാൻ പഠിക്കുന്നതും ആളുകളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കുന്നതല്ല. ഇതിന് ഏറ്റവും കൂടുതൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ പാരൻറ്റിങ്ങിൽ അമ്മമാരാണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു പൊടിയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. പൊടി എന്ന് ഉദ്ദേശിച്ചത് ഒരു മൈദപ്പൊടിയാണെന്ന് വിചാരിക്കാം. മൈദപ്പൊടി കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ദോശ ചുടാം, പൊറോട്ട ചുടാം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് സമൂസ ചുടാം, എന്ത് വിഭവം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പൊറോട്ട ചുടാം എന്ന് തന്നെ തീരുമാനിച്ചു. നമ്മൾ ആ പൊടി കൊണ്ട് എന്തുണ്ടാക്കണം എന്ന് തീരുമാനിച്ച സമയമാണ് ഒരു കുട്ടി ജനിച്ച സമയം. പിന്നെ അവിടെ മുതൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കുന്നു, ഷുഗർ ആഡ് ചെയ്യുന്നു, ഉപ്പ് ആഡ് ചെയ്യുന്നു, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുഴച്ച് ഒരു പരുവത്തിലാക്കി ഒരു ബോൾ രൂപത്തിലേക്കാക്കും. ഇതാണ് 3 വയസ്സ് വരെ. ഇവിടെ നിന്ന് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊറോട്ട ചുട, പപ്സ് ചുട, സമൂസ ചുട, ദോശ ചുട, ഇങ്ങനെ എന്ത് പരുവത്തിലേക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അവിടെ മുതൽ 3-ാമത്തെ ഘട്ടം വളർച്ചയാണ് 12 വയസ്സ് വരെയുള്ള വളർച്ച. ഇവിടെ മുതൽ പിന്നെ രക്ഷിതാക്കൾ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയമാണ്. ചുട്ടെടുക്കാൻ തീരുമാനിച്ചു, പൊറോട്ട ചുട്ടെടുത്ത സമയത്താണ് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ചത് പൊറോട്ട ആയിരുന്നു, പക്ഷെ ആയി വന്നത് വേറെന്തോ ഒരു സാധനമാണെന്ന്. ഇതിനെ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഇതിനൊരു പൊറോട്ട ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പുറം ഇപ്പുറം നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് പൊറോട്ട രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുമോ? പറ്റും. Sure. Next video. Bye.